വിളവെടുത്ത ശേഷം പാടത്ത് കൂട്ടിയിട്ട നെല്ല് മോഷണം പോയതായി പരാതി. എടത്വയിലാണ് സംഭവം. പാട്ടകർഷകനായ പച്ച സ്വദേശി ജിനു സെബാസ്റ്റ്യനാണ് എടത്വ പോലീസിൽ പരാതിപ്പെട്ടത്. തലവടി കൃഷിഭവൻ പരിധിയിൽ വരുന്ന മകരച്ചാൽ പാടത്തെ വിളവെടുത്ത നെല്ലാണ് മോഷണം പോയത്. വിളവെടുത്ത ശേഷം പാടത്ത് കൂട്ടിയിട്ട നെല്ല് മോഷണം പോയതായി പരാതി. പാട്ടകർഷകനായ പച്ച സ്വദേശി ജിനു സെബാസ്റ്റ്യനാണ് എടത്വ പോലീസിൽ പരാതിപ്പെട്ടത്. തലവടി കൃഷിഭവൻ പരിധിയിൽ വരുന്ന മകരച്ചാൽ പാടത്തെ വിളവെടുത്ത നെല്ലാണ് മോഷണം പോയത്. ശനിയാഴ്ച വിളവെടുത്ത നെല്ല് വൈകിട്ടോടെ വയലിൽ മൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. രാത്രിയിൽ മഴ പെയ്തതിനെ തുടർന്ന് പുലർച്ചെ പാടത്തെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടത്. നെല്ല് മൂടിയിട്ട പടുത മാറ്റിയ നിലയിലും ഒരു ഭാഗത്തു നിന്നും നെല്ല് വാരിയ നിലയിലുമായിരുന്നു. ജിനു സെബാസ്റ്റ്യൻ പാടശേഖര സമിതി പ്രസിഡന്റ് ജോർജ് സക്കറിയ, സെക്രട്ടറി സ്റ്റാൻലി എന്നിവരെ വിവരം ധരിപ്പിച്ചു. തുടർന്ന് കർഷകനും സമിതി ഭാരവാഹികളും എടത്വ പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. ഏകദേശം 5 കിൻഡൽ നെല്ല് നഷ്ടമായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മോഷണം നടന്ന സ്ഥലം പഞ്ചായത്ത് മെമ്പർ അജിത് കുമാർ പിഷാരത്ത് സന്ദർശിച്ചു. അപ്പോൾ നമ്മൾ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഇന്നലെയാണ് കൊയ്ത്ത് കഴിഞ്ഞത്. അപ്പോൾ മൂടെയെല്ലാം മൂടിയിട്ട് വൈകുന്നേരം മഴയുള്ളതുകൊണ്ട് നമ്മളെല്ലാം വൃത്തിയായി മൂടി ഭംഗിയായിട്ടിട്ട് ഞങ്ങൾ രാത്രി മഴ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഫുള്ള് നോക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇന്ന് രാവിലെ വന്ന് മൂട് തുറക്കുമ്പോഴത്തേക്കും കാണുന്ന അവസ്ഥ ഇതാണ്. മുമ്പ് സാധനം കാണിച്ചില്ലേ, അതുപോലെയാണ് കിടക്കുന്നത്. അപ്പം ഒരു സൈഡിൽ നിന്ന് കുറേ വാരിയുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്ന് വാരി. വാരിയത് മാത്രമല്ല, വാരിയതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പടുതയിൽ നിന്ന് താഴെ കിടക്കുകയാണ് കുറേ നെല്ല്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ പരിപാടിയല്ലേ. ഇപ്പം നമ്മളിപ്പം നമ്മൾ പലിശയ്ക്കും സ്വർണ്ണം പണയം വെച്ചും കള്ളക്കടം മേടിച്ചുമൊക്കെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഈ കഷ്ടപ്പാട് 6 മാസത്തെ കഷ്ടപ്പാടാണിത്. അപ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴത്തോ നമുക്കുണ്ടാകുന്നൊരവസ്ഥ. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരാൾ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചെയ്തത് വളരെ മര്യാദകേടായിപ്പോയി. വാരിയത് മാത്രമല്ല, വാരിയതിൻ്റെ ബാക്കി താഴെ വാരിയിട്ടിരിക്കുകയാണ്. അതും കൂടെ ആയപ്പോഴത്തേക്കാണ് നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം. CDNet ന്യൂസ്, ഹരിപ്പാട്.